മാത്രം കൈവെക്കുക, ഇവർ മാത്രം ചെയ്യുക, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വലത്തെ താടിയിൽ ഒന്ന് കൈവെക്കാമോ? വലത്തെ താടിയിൽ വെച്ചോ? എല്ലാവരും വെച്ചില്ലേ? അവിടെ ഇരിക്കുന്ന ആ കുട്ടിയെ വെച്ചു. യു കം ഹിയർ, ഓടി വാ. നീ തന്നെ കം. യെസ് യെസ് യെസ്, വാ. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്താ? നിങ്ങളുടെ വലത്തെ താടിയിൽ കൈവെക്കാനാണ് പറഞ്ഞത്. വായോ, നോ വറീസ്. യാ, ഐ എം കോളിംഗ് യു ദാറ്റ് ഗേൾ, യു ഇറ്റ്സെൽഫ്. യെസ് യെസ്, വാ. ആ, അത് തന്നെ. ഫുഡ് കഴിക്കാം, വേഗം കൈ കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞ വേറൊന്നുമല്ല, നിങ്ങൾ കൈ വെച്ചിരിക്കുന്നത് വലത്തെ താടിയിലല്ല, ഇടത്തെ കവളിലാണ്. നിങ്ങൾ എന്താണോ ഒരു കുട്ടിയെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കൂല, ഒരിക്കലും കേൾക്കൂല. ഇപ്പൊ ഞാനിവിടെ അഭിമാനത്തോടെ പറഞ്ഞുതരാം, ഈ ഫാത്തിമ എന്ന് പറഞ്ഞ ഈ കുട്ടി എൻ്റെ കയ്യിൽ 5ാമത്തെ വയസ്സ് കിട്ടുവാണെങ്കിൽ 10 വയസ്സ് വരെ ഈ കുട്ടിക്ക് എന്ത് കഴിവുണ്ടെന്ന് എനിക്ക് നോക്കാൻ പറ്റും. ഒരു കാട്ടിൽ സിംഹമുണ്ട്, പുലിയുണ്ട്, കുരങ്ങനുണ്ട്, കടുവയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാലും ഒരു മരം കയറാൻ പറഞ്ഞാൽ ആദ്യം കയറുന്നത് ആരാ? കുരങ്ങനെ കയറുള്ളൂ. സിമ്പിളാണ് അല്ലേ? ഐ ആം റൈറ്റ്? എല്ലാവർക്കും ഒരു കഴിവുണ്ട്. ഈ കുട്ടിക്ക് ഒരു കഴിവുണ്ട്. പക്ഷെ കുട്ടി പറഞ്ഞത് ഐ വോണ്ട് ടു ബിക്കം ലൈക്ക് മൈ മദർ എന്നാ പറഞ്ഞത്, അല്ലേ മോളെ? ബട്ട് ഐ വോണ്ട് ഹെർ ടു ബി സംതിങ് ബിഗ്. വേണ്ടേ? അമ്മയും കൂടെ പോര്, ബാ. ഐ വോണ്ട് ഹെർ മം ടു ഹിയർ. ഇതെനിക്ക് ഇപ്പോഴും പറയുവാണ്, ഇറ്റ്സ് നോട്ട് എ പ്രിപ്പയർ തിങ്. എനിക്ക് ഫാത്തിമനെ അറിഞ്ഞുകൂടാ. ഐ വാസ് ഹാപ്പി ഇൻ ലൈക്ക് സ്വന്തമായിട്ട് കഴിക്കുന്നു, ഫുഡ് എടുക്കുന്നു, ലൈക്ക് ഇവരെ എനിക്ക് പരിചയം പോലില്ല. ലിറ്ററലി ഐ എം ടോക്കിംഗ്. ഓക്കെ, ഇനി ഇതൊരു മെസ്സേജാണ്. ഐ വോണ്ട് ദിസ് ജനറേഷൻ ടു ബി സംതിങ് ബിഗ്. ഞങ്ങളുടെ മിഷനിലേക്കാണ് വരുന്നത്. നിങ്ങളോട് എല്ലാവരോടും പറയുവാണ്, ആരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ ഇപ്പോഴും പറയുവാണ്, നമ്മുടെ നാട്ടിൽ 2055 വരെ 70% പേരും, 70 കോടി ആൾക്കാരും 25 വയസ്സ് താഴെ പിള്ളേരാണ്. 25 വയസ്സ് താഴെ പിള്ളേരാണ് 70 കോടി ആൾക്കാരും. ഈ കുഞ്ഞും ഞാനും ഇവരെല്ലാവരും അണ്ടർ 30 ആണ്. 2055 വരെ 30 വയസ്സ് താഴെയുള്ളത് 96 കോടി 6 ലക്ഷമാണ്. ഇന്ത്യയുടെ സെൻസസാണ് പറയുന്നത്. ഇവിടെ ജോലിക്കുള്ള സാധ്യത ഇല്ല. ഉണ്ട്, സ്കില്ലുണ്ടെങ്കിൽ. പണ്ട് കിളയ്ക്കാനുള്ള കഴിവുണ്ടായാൽ മതി പാടത്ത്. അഖിൽ സാറേ, അതിനിടയ്ക്ക് മതി. ഇവിടെ 30 വയസ്സ് താഴത്തുള്ള കാര്യം പറഞ്ഞ സമയത്ത് കുറെ പേർക്ക് ഡയലോഗ് 32 ആരുള്ളത്? അതിന്റെ മുകളിൽ കൂടെ കഷ്ടപ്പാടിലൂടെയാണ് ഞങ്ങൾ വളർന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവർ പട്ടിണി വരെ കടന്നിട്ടുണ്ട്. ആ സമയത്താണ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറിഞ്ഞത്. രാത്രി 12 മണി വരെ റോഡ് സൈഡിൽ അച്ചാർ വിൽക്കുക. അവളും അവളെ മേലുള്ള കുട്ടി ഞാനും കൂടിയാണ് അച്ചാറും ചെയ്ത് 1 വർഷം കൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കി. ഈ കാര്യത്തിന്റെ മുകളിൽ എല്ലാവരും ക്ലാപ്പ് ചെയ്യേണ്ടതാണ്. സോ ഇപ്പോഴത്തെ രീതിയിൽ, ഇപ്പോഴത്തെ നമ്മളുടെ ജനറേഷനിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഷാബ്രോന്റെ ഒരു അഭിപ്രായം ജസ്റ്റ് എങ്ങനെയാണെന്ന് ദിവസം വെളിപ്പെടും. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സ്കില്ല് എന്ന് പറഞ്ഞത് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ഞാൻ പേഴ്സണലി പറയാം, ഞാൻ ആകെ ഒരു ഡിഗ്രി മാത്രം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു സ്റ്റുഡൻറ്റാണ്. അത്രേ ഉള്ളൂ. ഡിഗ്രി BBA മാത്രം സെക്കൻഡ് ഇയറിൽ സ്റ്റോപ്പ് ചെയ്ത മനുഷ്യനാണ്. എൻ്റെ കൂടെ ഇന്ന് 17 കൗണ്ട് ആൾക്കാരുണ്ട്. എനിക്കൊരു ബാംഗ്ലൂർ ഷോപ്പുണ്ട്. അതായത് ഒരു MBA പാസ് ഔട്ട് ആയ ഒരു ആൾക്ക് ഞാൻ കൊടുക്കുന്ന സാലറി തന്നെ 16,000 രൂപ മാത്രമാണ്. അത് ജസ്റ്റ് MBA ക്വാളിഫിക്കേഷൻ പറഞ്ഞു വരുന്ന 16,000 രൂപയുടെ 10 സ്റ്റാഫ് ഉണ്ട് കേട്ടോ. 1,60,000 സ്റ്റാഫിന്റെ മാത്രം അവൻ കൊടുക്കുന്ന വേതനമാണ്. 30ാമത്തെ വയസ്സിൽ അവൻ ചെയ്തൊരു സർവീസ് ആണത്. ഓക്കെ, എടാ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇന്ത്യയിൽ 140 കോടി ജനങ്ങളുണ്ട്. ഈ സർവീസ് നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറ്റും? എല്ലാവർക്കും പറ്റില്ലല്ലോ. നമുക്ക് ട്രെയിൻ ചെയ്യാം. അല്ല, ലോകത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തം ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നു. ലോകത്തപ്പോ വികസിത രാജ്യമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഇപ്പൊ പ്രായമായ ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അതെ, കാരണം ഇന്ത്യയും ചൈനയും ഉദാഹരണം പറയുക, രണ്ടും ഒരേ സമയത്ത് സ്വാതന്ത്ര്യം 2 രാജ്യങ്ങളാണ്. ചൈന ഇടിച്ചാണ് സ്വാതന്ത്ര്യം വാങ്ങിച്ചത്, നമ്മൾ അങ്ങനെയല്ല. കേൾക്കുന്നുണ്ടോ? അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അവിടെ ഇപ്പൊ ഭയങ്കര ഡെവലപ്ഡാണ്. പക്ഷെ ഇപ്പൊ അവിടെ പ്രായമായ ആൾക്കാരുണ്ടാ കൂടുതൽ. ഇപ്പൊ അവിടെ ഒരുപാട് ജോലിയുണ്ട്. കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. കാരണം എന്താ, ഇവിടുന്ന് എത്ര പേരുടെ വീട്ടില് പോയിട്ടുണ്ട് പുറത്ത് പഠിക്കാനായിട്ട്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. എല്ലാവരെയും പൈസ മുടക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഡിഗ്രിയും എഞ്ചിനീയറിംഗും എല്ലാം കഴിഞ്ഞു. പിന്നെ എന്തിനാണ് അവർ പുറത്ത് പഠിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? പിന്നെയും പുറത്ത് പഠിക്കും. എന്തിനാ? ആ രാജ്യത്തുള്ള സ്കില്ല് നമുക്കില്ല. നമുക്കുണ്ടോ? ഇപ്പോഴും ചോദിക്കോ സീരിയസ്ലി? കണ്ടോ ആൾക്കാർ? അവിടെ ഒരാൾ ബിരിയാണി കഴിച്ചോണ്ടിപ്പോണല്ലോ. ആ ബിരിയാണി കഴിച്ച ആളെന്തി? ബാ ഇങ്ങോട്ട് ഓടിയോ. അതാണ് എൻ്റെ ഒരു ആഗ്രഹം.
സ്വന്തമായിട്ട് ഞാനിപ്പോൾ ഇവളുടെ പേരിൽ ബ്രാൻഡിൽ ഒരു പിക്കിൾസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വീടൊക്കെ വെച്ച് പറഞ്ഞില്ലേ 1 വർഷം കൊണ്ട്. അതപ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇനിയും എത്തിക്കണം. അതാണ് എത്തിക്കണം. എത്തിക്കാനുള്ള കഴിവും പ്രാപ്തി നമുക്കുണ്ട്. അത് എങ്ങനെ എത്തിക്കണം എന്ന് പഠിപ്പിച്ചാൽ പഠിക്കാൻ പറ്റുമല്ലോ. എവിടെ വീട്? പെരിന്തൽമണ്ണ ഈസ് ഫാർ ഫ്രം അടുത്തല്ലേ? നോ വറീസ്, യു ക്യാൻ കം. നമുക്ക് നോക്കേണ്ട ആരെയാ? ഐഷ. വെരി ഗുഡ്. വൺ മോർ തിങ്, ദ ലാസ്റ്റ് വേർഡ് ഫ്രം ഹർ. വാട്ട് യു വോണ്ട് ടു ബി ഇൻ ഫ്യൂച്ചർ? ഐ വിൽ മേക്ക് ദാറ്റ്. എന്താണ് ഭാവിയിൽ ആവാൻ ആഗ്രഹം? ഞാൻ വിളിക്കൂട്ടാ, പഠിക്കാൻ പറയും, പടുക്കാൻ പറയും, ഒക്കെ ചെയ്യാമല്ലോ. ഓക്കെ അല്ലേ? എന്താണ് മോളുടെ പേര്, അംബീഷൻ? ഉമ്മാക്ക് വേണ്ടി. ഇപ്പൊ ഈ കുട്ടി ചെറുതാണ്, ഭയങ്കര ചെറുതാണ് അല്ലേ? മോക്കിപ്പോൾ പക്വതയും പ്രായമൊക്കെ അവിടെ ഫുഡ് കഴിച്ചാൽ നോക്കിയപ്പോൾ കുഞ്ഞുന്നില്ലേ, പൊളിച്ചുന്നില്ല എന്നോ? കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. എന്താണ് മോളുടെ അംബീഷൻ, ആഗ്രഹം ഒന്ന് പറയും? എൻ്റെ ആഗ്രഹം വലുതായിട്ട് നല്ലൊരു ഡോക്ടർ ആവണമെന്നാണ്. ആഗ്രഹത്തിന് നമുക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? പറ്റണം. അതാണ് എൻ്റെ അംബീഷൻ. നിങ്ങളൊരാൾക്കൊരു സമയം പാവപ്പെട്ട വ്യക്തികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ കൊടുക്കണമെന്നാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഒരുപാട് ആൾക്കാർ ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ബാധിച്ചിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ സഹായം തേടിക്കൊണ്ട് ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട്. അപ്പം അത് കണ്ടിട്ട് എനിക്ക് അന്ന് ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് ഭാവിയിൽ നല്ലൊരു ഡോക്ടർ ആകണം. ഇതാണ് ഒരു ശക്തമായ മെസ്സേജ്. ദിസ് കിഡ് വിൽ ബി എ ഡോക്ടർ അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, സോ ഹാപ്പി ടു ഹാവ് യു ഗൈസ്. പേരെന്താണ്? ദിൽഷ ഫാത്തിമ വിൽ ബി എ ഡോക്ടർ. എത്ര വയസ്സുണ്ട്? 13. 18ാമത്തെ വയസ്സിൽ നീറ്റ് എഴുതി പാസ്സാവാം, കുഴപ്പമില്ല. 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങള് സ്കിൽ പാർക്ക് ഇപ്പോഴും പറയാം. അബ്ദു, നിന്നോടാ പറയുന്നത്, നമ്മൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഷീ വിൽ ബി എ ഡോക്ടർ ദർ. ഇപ്പോഴും പറയാം, ഞങ്ങളുടെ മിഷന്റെ ഭാഗമാണ് ഈ കുട്ടി പറയാൻ പാവപ്പെട്ടവർക്കും ക്യാൻസർ പേഷ്യൻസിനും ഒരു പ്രോപ്പർ ഹോസ്പിറ്റൽ, മരുന്നിനും ചികിത്സയ്ക്കും ന്യായമായ വേതനം. ബേസിക്കലി യു ആർ ഗോയിങ് ടു മേക്ക് മെഡിസിൻ, റൈറ്റ്? നിങ്ങൾക്ക് അറിയാലോ എത്ര പൈസ കൂടുതൽ, 200% പൈസ കൂടുതൽ മുടക്കിയാണ് ഒരു സാധാരണക്കാരൻ ഒരു മരുന്ന് വാങ്ങിക്കുന്നത്. ആണോ അല്ലയോ? അല്ലേ? നമുക്ക് ഇതൊക്കെ ജനറലൈസ് ചെയ്യണ്ടേ? വേണം. സംടൈംസ് ഐ മേ ഡൈ, നോ വറീസ്, ബട്ട് ഐ വോണ്ട് മീ ടു ലീവ് ടു യു ഗൈസ്. ഓക്കെ? ഓക്കെ അല്ലേ? ഒച്ച പറ. ഓക്കെ ബഡി, താങ്ക് യു. സൈനിങ് ഓഫ് നത്തിങ്. ഇതിൽ പറയാനുണ്ടോ? ഇല്ലല്ലോ. പറയാനുണ്ടോ? നമ്പർ. ഓക്കെ, താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ എ ബിഗ് ഈവനിങ്. ടേക്ക് കെയർ. എടാ സൈൻ ഓഫ്. ഓക്കെ. ഒന്നല്ല, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മളെ സ്കില്ല് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലേ? സോ നമ്മളെ സ്കില്ല് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മളുടെ. വേറെ ഒന്നല്ല, നമ്മളുടെ നാട്ടിൽ ഇനി അങ്ങോട്ട് ജീവിക്കണമെങ്കിൽ സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാണ് സ്കിൽ പാർക്ക്. ഇപ്പോൾ മക്കള് വികൃതി പറഞ്ഞേക്ക് കാര്യമായിട്ടൊന്നും വീടെടുക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മോനെ മിസ്സാവാണ്. മോനെ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴത്തേനും മോനും മുങ്ങും. പിന്നെ ഈ വലിയൊരാളുടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അതിൻ്റെ ബാക്കി